അപ്പോൾ ആരോ നമ്മൾ യെല്ലോയാണ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്, ചെയിൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. അതിനുശേഷം 16 സ്റ്റിച്ചസ് ആണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തിരി ലൂസായിട്ട് വേണം നമ്മൾ ഈ സ്റ്റിച്ചസ് ചെയ്യാൻ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇനി അടുത്ത സ്റ്റിച്ചിൽ നിന്ന് വേണം നമ്മൾ വർക്ക് ചെയ്ത് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ ഒരു 15 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഈ റൗണ്ടിൽ 15 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 15 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് നമ്മൾ ടേൺ ചെയ്യണം. ഇതുപോലെ ടേൺ ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഈ ഒരു ഡിക്രീസ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2 സ്റ്റിച്ച് നമ്മൾ ഒരു സ്റ്റിച്ചാക്കി മാറ്റും. ഇതുപോലെ 2 സ്റ്റിച്ചിലും നമ്മൾ യാൺ പുള്ള് ചെയ്തെടുത്തിട്ട് 3 ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരൊറ്റ സ്റ്റിച്ചായി. ഇനി 12 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ 12 സിംഗിൾ ക്രോഷ ചെയ്യണം. 1 2 12 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 12 സിംഗിൾ ക്രോഷ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 2 സിംഗിൾ ക്രോഷേ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ചെയ്യും. ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ചെയ്തിട്ട് 2 ചെയിൻ ചെയ്യുക, ടേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ 15 സ്റ്റിച്ച് തന്നെ നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ 2 ചെയിനും ഉണ്ട്. അപ്പോൾ തേർഡ് റൗണ്ടിൽ ഒരു 14 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 ചെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലോട്ടായിരിക്കും നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്തു 1 2 അങ്ങനെ 14 സിംഗിൾ ക്രോഷേ ചെയ്യണം. ചെയ്തിട്ട് നമുക്ക് ബാക്കി വർക്ക് ഒരുമിച്ച് ചെയ്യാം. നമ്മളിപ്പം 14 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട് തേർഡ് റൗണ്ടിൽ. ഇനി ഒരു ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ 2 സ്റ്റിച്ച് കൂടി ബാക്കിയുണ്ട്. ഈ 2 സ്റ്റിച്ച് നമ്മൾ ഒരൊറ്റ സ്റ്റിച്ചാക്കി മാറ്റും. അപ്പോൾ ഇതുപോലെ 2 സ്റ്റിച്ചിലൂടെ നമ്മൾ ഈ യാൺ ഹുക്ക് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഈ 3 ലൂപ്പിലൂടെ ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 15 സ്റ്റിച്ചസ് ആണുള്ളത് തേർഡ് റൗണ്ടിൽ. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യും. ഇനി ഫോർത്ത് റൗണ്ടാണ്. ഫോർത്ത് റൗണ്ടിൽ നമ്മൾ ഒരു ഡിക്രീസ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രീസ് ചെയ്യാനായിട്ട് ഈ 2 സ്റ്റിച്ച് നമ്മൾ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റുകയാണ്. അതായത് സിംഗിൾ ക്രോഷ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഹുക്ക് ചെയ്ത് ഈ ത്രെഡിനെ ഹുക്ക് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റിച്ചിലൂടെ ഇതുപോലെ ഹുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. ഈ 3 ലൂപ്പിലൂടെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു ഡിക്രീസ് ചെയ്തു. ഇനി ഒരു 12 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ വെച്ച് 12 എണ്ണം. അപ്പോൾ 12 സിംഗിൾ ക്രോഷ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഈ ഫോർത്ത് റൗണ്ട് ചെയ്യുമ്പം 12 സിംഗിൾ ക്രോഷ ചെയ്തതിന് ശേഷം ഒരൊറ്റ സ്റ്റിച്ച് മാത്രം ഇവിടെ ബാക്കി ഉണ്ടാവും. ആ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ ചെയ്യും.
അപ്പോൾ ഇൻക്രീസ് ചെയ്ത് വരുമ്പം ഇവിടെ ഈ 4th റൗണ്ടിലും 15 സ്റ്റിച്ചാണ് ഉണ്ടാകുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു 39 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ yarn ഓവർ ചെയ്യുക, ഈ ലൂപ്പിലൂടെ എടുക്കുക. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്തു. 1 2 3 4 38 39. അപ്പോൾ 39 ചെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഈ ബാക്ക് ലൂപ്പിലാണ് വർക്ക് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫ്രണ്ട് ലൂപ്പിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഈ സ്റ്റിച്ചിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് നമ്മളിതുപോലെ ടേൺ ചെയ്യുന്നു. ടേൺ ചെയ്തിട്ട് ഒരു 51 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന് ഫ്രണ്ട് ലൂപ്പിൽ നമ്മളിതുപോലെ ഹുക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്യാം. അതുപോലെ സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ് നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലാണ് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് കേട്ടോ. 4th സിംഗിൾ ക്രോഷേ. ഇതുപോലെ നമ്മളൊരു 51 സിംഗിൾ ക്രോഷേസ് ചെയ്യണം. ഈ ചെയിൻ ഫിനിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചിൽ ഇതുപോലെ തന്നെ സാധാരണ രീതിക്ക് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്ത് 51 സിംഗിൾ ക്രോഷേസ് ആയിട്ട് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതുവരെ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമ്മളൊരു 51 സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റ് 2 സ്റ്റിച്ച് നമ്മൾ ഒരു ഡിക്രീസാണ് ചെയ്യുന്നത്. അതായത് ഈ 2 സ്റ്റിച്ച് നമ്മളിപ്പോൾ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. ഇതുപോലെ ഒറ്റ സ്റ്റിച്ചാക്കി. അപ്പോൾ ഈ റൗണ്ട് തീരുമ്പം നമുക്ക് 52 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിനുശേഷം ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യുകയാണ്. അപ്പോൾ 6th റൗണ്ടിൽ നമ്മളൊരു ഡിക്രീസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിക്രീസ് എന്ന് പറയുമ്പോൾ ഈ 2 സ്റ്റിച്ച് നമ്മൾ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. അതായത് 52 സ്റ്റിച്ചസ് ആണ് ഇപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 സ്റ്റിച്ച് നമ്മൾ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റുകയാണ്. അപ്പോൾ ഒറ്റ സ്റ്റിച്ചാക്കാനായിട്ട് ഇതുപോലെ 2 സ്റ്റിച്ചിലൂടെ യാൺ പുൾ ചെയ്തെടുക്കുക. ഇപ്പം 3 ലൂപ്പുണ്ട്. ഈ 3 ലൂപ്പിലൂടെ നമ്മൾ വർക്കിംഗ് യാണിന് ഹുക്ക് ചെയ്ത് വലിക്കും. ഇപ്പോൾ ഇതൊരൊറ്റ സ്റ്റിച്ചായി. ഇനി ഒരു 50 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ 50 സിംഗിൾ ക്രോഷയാണ് ഈ റൗണ്ടിൽ നമുക്ക് സിംഗിൾ ക്രോഷ ചെയ്യാനുള്ള സ്റ്റിച്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ റൗണ്ട് ഇതുപോലെ ഈ അറ്റം വരെ നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇപ്പോൾ 6th റൗണ്ടിൽ നമ്മളൊരു 50 സിംഗിൾ ക്രോഷ ചെയ്തിട്ടുണ്ട്. ഈ ഡിക്രീസ് ചെയ്തത് ഉൾപ്പെടെ തുടക്കത്തിൽ നമ്മൾ ചെയ്ത് ഡിക്രീസ് ചെയ്തത് ഉൾപ്പെടെ 51 സിംഗിൾ ക്രോഷേസ് ആണ് ഈ 6th റൗണ്ടിലുള്ളത്. ഇപ്പോൾ ഇനി ഒരു ചെയിൻ കൂടി ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യും. ഇനി 7th റൗണ്ടിൽ നമ്മളൊരു 49 സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്തു, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ്, ഫോർത്ത്. ഇതുപോലെ ഒരു 49 സിംഗിൾ ക്രോഷേ ചെയ്യണം. ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. 7th റൗണ്ടിൽ നമ്മളൊരു 49 സിംഗിൾ ക്രോഷേ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 2 സ്റ്റിച്ചും കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഈ 2 സ്റ്റിച്ച് നമ്മൾ ഡിക്രീസ് ചെയ്ത് ഒരൊറ്റ സ്റ്റിച്ചാക്കി മാറ്റും. അപ്പോൾ ടോട്ടലി 7th റൗണ്ടിൽ നമുക്ക് 50 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുന്നത്. 50 സ്റ്റിച്ചസ് ആയിരിക്കും ടോട്ടലായിട്ട് ഉണ്ടാവുന്നത്. ഇനി 2 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യും. 8th റൗണ്ടിൽ നമ്മൾ ഈ
സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ 2 ചെയിൻ ചെയ്താണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ച് തൊട്ടായിരിക്കും നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മളൊരു 51 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ് ചെയ്തു, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇതുപോലെ ഒരു 51 സിംഗിൾ ക്രോഷ് ചെയ്ത് ഒരു ചെയിനോടുകൂടി ഈ റൗണ്ട് നമ്മൾ 8th റൗണ്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഈ 8th റൗണ്ടിൽ ഒരു 51 സിംഗിൾ ക്രോഷ് ചെയ്ത് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ വർക്ക് ടേൺ ചെയ്യണം. ഇനി 9th റൗണ്ടിൽ നമ്മളൊരു 50 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 50 സിംഗിൾ ക്രോഷ് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും ഈ റൗണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 51 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 50 സിംഗിൾ ക്രോഷ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രമായിട്ട് ബാക്കി ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇതുപോലെ 50 സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ 9th റൗണ്ടിൽ 50 സിംഗിൾ ക്രോഷ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 സ്റ്റിച്ചസ് ചെയ്യും. 2 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് ഈ 9th റൗണ്ട് അവസാനിക്കുമ്പം ഇവിടെ 52 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഇനി 2 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യണം. 10th റൗണ്ടിൽ നമ്മൾ ചെയിൻ ചെയ്തതിൻ്റെ 2ാമത്തെ സ്റ്റിച്ച് തൊട്ടായിരിക്കും സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 14 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഇപ്പോൾ ചെയ്തു, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, 7, 8, 9, 10, 11, 12, 13, 14 സ്റ്റിച്ചാണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യേണ്ടത്. 10th റൗണ്ടിൽ ഇപ്പോൾ നമ്മൾ ഇത്ര ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി സ്റ്റിച്ചസൊക്കെ ഇതേപോലെ നമ്മൾ പ്ലെയിനായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഇനി 11th റൗണ്ടിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യും. 11th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിക്രീസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സ്റ്റിച്ചസ് നമ്മളിപ്പോൾ ഒരു ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. ഇതുപോലെ പുള്ള് ചെയ്തെടുക്കുക, ത്രെഡ് അടുത്ത സ്റ്റിച്ചിൽ നിന്ന് പുള്ള് ചെയ്തെടുക്കുക. ഈ 3 ലൂപ്പിലൂടെ ഹുക്ക് ചെയ്ത് ത്രെഡിനെടുക്കുക. ഇനി ഒരു 12 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഈ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേസ് ചെയ്യും.
2 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11th റൗണ്ടിൽ നമ്മൾ 15 സ്റ്റിച്ചസിൽ തന്നെയാണ് ലാസ്റ്റ് എത്തിയിട്ടുള്ളത്. ഇനി 2 ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് നമ്മൾ ടേൺ ചെയ്യും. 12th റൗണ്ടിൽ ഒരു 14 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ചെയിൻ ചെയ്തതിൽ സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 സിംഗിൾ ക്രോഷേ ആയി. അപ്പോൾ ഈ ലാസ്റ്റ് 2 സ്റ്റിച്ചസിലും കൂടി നമ്മൾ ഡിക്രീസ് ചെയ്തിട്ടാണ് ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. അപ്പോൾ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സ്റ്റിച്ചിലൂടെ ത്രെഡ് ഹുക്ക് ചെയ്തെടുക്കുക, വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യും. അപ്പോൾ ഇനി റൗണ്ട് 13 ആണ്. റൗണ്ട് 13ലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിക്രീസിലായിരിക്കും. അപ്പോൾ ഈ 2 സ്റ്റിച്ചും നമ്മൾ ഇതുപോലെ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. അതിനുശേഷം ഒരു 12 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12. ഇവിടെ 12 സിംഗിൾ ക്രോഷേ നമ്മളിപ്പോൾ ചെയ്തു. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻക്രീസ് സ്റ്റിച്ച് എന്ന് പറയുമ്പം ഇതിൽ നമ്മൾ ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യും. നമ്മൾ ആരോൻ്റെ സ്റ്റിച്ചസൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് നമ്മൾ കട്ട് ചെയ്യരുത്. ഇവിടെ ഈ വി ഷേപ്പ് നമുക്കൊന്ന് ഈവൻ ആക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചെയിൻ ചെയ്തിട്ട് ഈ എഡ്ജസിലെല്ലാം നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് ഈ സ്റ്റിച്ചസ് എല്ലാം ഈ എഡ്ജ് നമ്മൾ ഈവൻ ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ വി ഷേപ്പ് സിംഗിൾ ക്രോഷേ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ആൺ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ആരോൻ്റെ ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ത്രെഡ് നമ്മൾ യാൺ ടെയിൽ കുറച്ച് കൂടുതൽ വരുന്ന രീതിയിൽ നമ്മൾ ആദ്യമേ പ്ലേസ് ചെയ്യുക. അപ്പോൾ ടിപ്പിൽ നമ്മൾ ഈ ത്രെഡ് അത്യാവശ്യം ലോങ് ത്രെഡ് ഇതുപോലെ യാൺ ടെയിലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ചിലോട്ട് ഈ യാണിനെ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തിട്ട് ഒരു 2 ചെയിൻ ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സൈഡ്സിൽ 6 സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെ നമ്മൾ
ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യും. 1 2 3 4 5 6. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി 3 ചെയിനാണ് ചെയ്യേണ്ടത്. 3 ചെയിൻ ചെയ്ത് ഈ വർക്ക് ടേൺ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ടിൽ ഒരു 10 സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ നിന്നായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6, 7, 8, 9, 10. അപ്പോൾ 10 സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് നമ്മൾ ടേൺ ചെയ്യണം. തേർഡ് റൗണ്ടിൽ നമ്മളൊരു ഡിക്രീസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സ്റ്റിച്ചിൽ നിന്ന് നമ്മളിതുപോലെ ഹുക്ക് ചെയ്തെടുക്കുക. 3 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 6 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് ഈ 2 സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ ഡിക്രീസ് ചെയ്ത് ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യും. ഫോർത്ത് റൗണ്ടിൽ 8 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും ഉണ്ടാകുന്നത്. 2 3 4 5 6 7 8 സിംഗിൾ ക്രോഷ്യ, ഒരു ചെയിൻ. ഈ വർക്ക് നമ്മൾ ടേൺ ചെയ്യും. ഫിഫ്ത്ത് റൗണ്ടിൽ നമ്മളൊരു ഡിക്രീസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ 2 സ്റ്റിച്ച് നമ്മൾ ഒരൊറ്റ സ്റ്റിച്ചാക്കി മാറ്റും. ഇനി 4 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 2 3 4 4 സിംഗിൾ ക്രോഷ്യ. ലാസ്റ്റ് സ്റ്റിച്ച് 2 എണ്ണം നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ 6 സ്റ്റിച്ച് ഉണ്ട്. ഒരു ചെയിനും കൂടി ചെയ്ത് നമ്മൾ ഈ വർക്ക് ടേൺ ചെയ്യും. ഇനി 6th റൗണ്ടാണ്. 6th റൗണ്ടിൽ നമ്മളൊരു 6 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 2 3 4 5 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു.
ഇനി ഒരു ചെയിൻ ചെയ്തിട്ട് ഈ വർക്ക് നമ്മൾ ടേൺ ചെയ്യും. ഇനി 7th റൗണ്ടിൽ നമ്മളൊരു ഡിക്രീസ് ചെയ്തിട്ടാണ് ഈ വർക്ക് തുടങ്ങുന്നത്, ഈ റൗണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ഡിക്രീസ് ചെയ്തു. ഇനി 2 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 1 2 2 സിംഗിൾ ക്രോഷ ചെയ്തു. ലാസ്റ്റ് 2 സ്റ്റിച്ച് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നു. ഒരു ചെയിൻ ചെയ്തിട്ട് വർക്ക് നമ്മൾ ടേൺ ചെയ്യും. ഇനി 8th റൗണ്ടാണ്. 8th റൗണ്ടിൽ നമ്മളൊരു 4 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 1 2 3 4 4 സിംഗിൾ ക്രോഷ ചെയ്തു, ഒരു ചെയിൻ ചെയ്തു. 9th റൗണ്ടിൽ നമ്മൾ 2 ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഇതുപോലെ ഹുക്ക് ചെയ്തെടുത്ത് ആദ്യത്തെ ഡിക്രീസ് ചെയ്തു, അടുത്ത 2 സ്റ്റിച്ചിൽ ഇതുപോലെ ഹുക്ക് ചെയ്തെടുത്ത് രണ്ടാമത്തെ ഡിക്രീസ് നമ്മൾ ചെയ്തു. ഇപ്പോൾ ഇവിടെ 2 സ്റ്റിച്ചാണുള്ളത്. ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ടേൺ ചെയ്യും. 10th റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ചസ് ആണുള്ളത്. അപ്പോൾ ഈ 2 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ വെച്ച് ചെയ്യും. ചെയിൻ ചെയ്യുക, ടേൺ ചെയ്യുക. ഇനി ഒരു സിംഗിൾ ക്രോഷ, ഒരു ഡിക്രീസ് ആണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ 2 സ്റ്റിച്ചും നമ്മൾ ഒരൊറ്റ സ്റ്റിച്ചാക്കി മാറ്റും. ഡിക്രീസ് ചെയ്തു. നമ്മളിനി ഈ ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിനി ആരോൻ്റെ സൈഡ്സൊക്കെ ഒന്ന് സിംഗിൾ ക്രോഷ ചെയ്ത് ഈ ആരോൻ്റെ സൈഡ്സ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ യാൺ ആദ്യം ഇവിടെ എടുത്തപ്പോൾ ഒരു ലോങ് ടെയിൽ യാൺ ടെയിൽ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ആ യാൺ ടെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സിംഗിൾ ക്രോഷ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നീളത്തിൽ തന്നെ നമ്മൾ യാൺ ടെയിൽ ഇടണം. 11 സിംഗിൾ ക്രോഷയാണ് ഈ സൈഡ്സിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ ചെയ്തു. 1 2 3 4 5 6 7 8 9 10 11 സിംഗിൾ ക്രോഷ ചെയ്തു. ഇനി ഈ ടിപ്പിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ ചെയ്തിട്ട് 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് അതേ സ്പേസിൽ തന്നെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ കൂടി ചെയ്യണം. എന്നിട്ട് ഈ സൈഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷ ചെയ്ത് 11 സിംഗിൾ ക്രോഷ ചെയ്ത് ഈ ടിപ്പ് വരെ ചെയ്യണം. ഞാനിപ്പോൾ ആരോ ഈ ആണ്ടയിലെല്ലാം ഹൈഡ് ചെയ്തിട്ട് ഒരു
നനഞ്ഞ തുണിയിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു വളവെല്ലാം ഇപ്പം ഈ വളവില്ലാതെ നമുക്ക് ആരോ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടി. അതിന് ശേഷം നമ്മൾ ഈ ഹാർട്ടൊരു സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ സ്പേസിലോട്ട് നമ്മൾ ഈ ആരോ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്തത് ജോയിൻ ചെയ്യാം. ഞാനിപ്പം ജോയിൻ ചെയ്തിട്ടില്ല, നമുക്കിത് ഈസിലി മൂവബിൾ ആണ്. അപ്പോൾ ഈ 2 കളർ കോമ്പിനേഷൻസും നല്ലതാണ്. ക്രീമിലും യെല്ലോയിലും ചെയ്യാം. ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ.